ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. അപ്പം ശ്രീധന്യയാണ് കുറച്ചുകൂടി ഇംപ്രസീവായിട്ട് തോന്നിയത്. ഒരുപാട് അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് ശ്രീധന്യയുടെ ബ്രോഷറിലുണ്ടായിരുന്നു, സ്പെഷ്യലി ഈ പിങ്ക് എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ. ഇപ്പോൾ ഒരു ക്രഷ് ആയാലും പ്ലേ ഏരിയ ആയാലും ഒരു വുമൻസ് ക്ലബ്, അതൊക്കെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. നല്ലൊരു അട്രാക്റ്റീവ് ലൊക്കേഷൻ നമുക്ക് കിട്ടിയേക്കുന്നത്. എല്ലാം ആക്സസിബിൾ ആണ്. ഐ വർക്ക് ഇൻ കിംസ് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലും ആക്സസിബിൾ ഫോർ മീ. ബാക്കിയുള്ള അപ്പാർട്ട്മെന്റ്സ് ഒക്കെ നോക്കുമ്പോഴും എല്ലാം ശ്രീധന്യയുടെ തന്നെ എല്ലാം നല്ല ലൊക്കേഷൻ വൈസ് ദേ ആർ വെരി അട്രാക്റ്റീവ്. ഈ ഒരു പ്ലാനിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായെന്ന് വെച്ചാൽ ഒന്ന് ഇതിൻ്റെ വ്യൂ, അതേപോലെ നല്ല ക്രോസ് വെന്റിലേഷൻ ഉണ്ട്, ഒരുപാട് ഫ്രഷ് നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന ഒരു സ്പേസ് ആണ് ഈ ഒരു അപ്പാർട്ട്മെന്റിൽ. അപ്പം അതൊക്കെയാണ് ഒരു റീസൺ ഈ ഒരു ലേ ഔട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ. ഈ പിങ്ക് എന്നുള്ള പ്രോജക്റ്റിലെ മറ്റൊരു അട്രാക്റ്റീവ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് ഈ ക്രഷാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിനകത്ത് അവരെ എൻഗേജ് ചെയ്ത് ഇരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പുറത്ത് കുറച്ച് കൊണ്ട് നടക്കാം, പിന്നെ ഇങ്ങനെയൊക്കെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ കുറേയൊക്കെ അവർ എൻ്റർടൈൻഡ് ആയിട്ടിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെ ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചറായിരുന്നു ഈ ഒരു അപ്പാർട്ട്മെൻറ്റിനകത്ത്. ആൻഡ് ഐ എം ഹാപ്പി. ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പം വീട്ടിലെല്ലാവരും ഒരേപോലെ പറഞ്ഞൊരു കാര്യം, അപ്പാർട്ട്മെൻറ്റ്സിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ബിൽഡേഴ്സ് ഇഷ്യൂസ് ഉണ്ടാവും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ മൈൻഡിൽ വെച്ച് ഞാനും കുറച്ച് ആങ്ഷ്യസ് ആയി. പക്ഷേ എന്നെ സർപ്രൈസ് ചെയ്തൊരു ഫാക്ടർ എന്ന് വെച്ചാൽ ശ്രീധന്യയുടെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രം ദ മൊമെൻറ്റ് ബുക്കിംഗ് തൊട്ട് ഇപ്പോൾ ഈ ഹാൻഡ് ഓവർ വരെ എല്ലാം ഒരു സ്മൂത്ത് പ്രോസസ്സായിരുന്നു. നമ്മൾ ഫോൺ വിളിച്ച് അവരെപ്പോഴും അവൈലബിൾ ആയിരുന്നു, എപ്പോഴും റെസ്പോൺസീവ് ആയിരുന്നു. അതൊക്കെ എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ സ്റ്റേജിലും കൃത്യമായിട്ട് നമുക്ക് മെയിൽസും ഫോട്ടോഗ്രാഫ്സും ഒക്കെ വെച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്ന സ്റ്റേജിൽ എത്തി എന്നൊക്കെ. പറഞ്ഞ സമയത്ത് തന്നെ ഇവരിത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്രിഷ്യബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രീധന്യയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ ചോസ് ശ്രീധന്യ, ആൻഡ് I wish them all success for their upcoming projects.